എല്ലാവർക്കും നമസ്കാരം. അപ്പം ഓണത്തിനോടനുബന്ധിച്ചുള്ള കൂടുതലും വൈറലാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്ത വിഷയം മുബീന പാരഡൈസ് എന്ന് പറഞ്ഞ ചാനൽ അവർ ആ ഹിജാബ് ഇട്ട് ഡാൻസ് ചെയ്യരുതെന്ന് പറഞ്ഞതിന് ശേഷം ഓണം വരിക ഓണത്തിന് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ നല്ല അന്തസ്സായിട്ട് ഓണം ആഘോഷിച്ചു വിട്ടു. അവർക്കൊരു കോളേജ് കലാലയത്തിന്റെ അകത്ത് അവരൊന്നിച്ചു കൂടുമ്പോൾ ഓണം വരും, ക്രിസ്മസ് വരും, പെരുന്നാൾ വരും, അങ്ങനെ പലതും വരും. അവരെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഈ കീടാണുക്കൾ കൊണ്ട് കുത്തിത്തിരികി വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അയ്യോ അത് പറ്റില്ല, അയ്യോ ഇത് പറ്റില്ല. ഇതേപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഓരോ മതത്തിന്റെ ഇത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്താണേലും ആഘോഷം ആഘോഷിക്കാനുള്ള, സന്തോഷിക്കാനുള്ളതാണ്. അതങ്ങനെ മതത്തിന്റെ ഒരു അതിർവരമ്പ് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്ന എന്ത് ഒരു കീടാണുക്കൾ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണോ പഴമയിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ ഇതുപോലെ നിന്ന് ജാതി മതം ഒന്നുമില്ല, നമുക്കെല്ലാം ക്രിസ്ത്യാനി ഫ്രണ്ട്, ഹിന്ദു ഫ്രണ്ട്, മുസ്ലിം ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അതിനുള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷത്തിനെല്ലാം പോവുക എടുക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എവിടുന്നോ പൊട്ടി മുളച്ച് വരുന്ന കുറെ ആൾക്കാരാണ് ഈ സ്വാധീനം ചെലുത്തുന്നത്, ഇത് വീണ്ടും പഴമയിലേക്ക് കൊണ്ടുവന്ന്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യം എല്ലാ ഫ്രണ്ട്സും ഒരു മനുഷ്യൻ ഒന്നായാൽ മതി, മതമേതായാൽ എന്നുള്ള ആ പറയുന്ന ഭാഷ അത് നമ്മൾ അംഗീകരിച്ചു തന്നെയാണ്. നമ്മുടെ അയൽക്കത്തൊക്കെ ഇത്രയും വർഗീയതയുണ്ടോ? ഇല്ല, കാണാനില്ല എനിക്ക്. പക്ഷെ സോഷ്യൽ മീഡിയ പണ്ട് ഇത്രയും വർഗീയത ഇല്ലേന്ന് എനിക്ക് തോന്നുന്നു, എന്റെയൊക്കെ ചെറുപ്പത്തിൽ. അതോ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എനിക്കറിയത്തില്ല. ഇപ്പോഴാണ് ഈ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അയ്യോ കൃഷ്ണരാജ വക്കീലിനെയൊക്കെ പോലെ ഇരുന്ന് ഞാൻ എപ്പോഴും പറയുന്ന തൃപ്പൂണിത്തറ അമ്പലത്തിൽ നസ്രിയയും ഭഗതും കീറിയൻ ഉണ്ടാക്കിയ പൊല്ലാപ്പ്, അതെന്റെ മനസ്സിൽ എന്തോ പിടിച്ചു കയറിയ സംഭവം. ഈ കാലത്ത് ഇങ്ങനെ ഉണ്ടോ? അമ്പലം ശുദ്ധി കലശം നടത്തണമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഇപ്പോഴും ഗുരുവായൂരൊക്കെ കയറാൻ പറ്റില്ല. അതിന്റെ ഒരു പഴയ കാലത്തിന്റെ ഒരു ശകലം വലിച്ചു പിടിച്ചിരിക്കുക, ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിരിക്കുക, വിടാതെ പിടിച്ചിരിക്കുക. അതേപോലെ തന്നെ മുസ്ലിംസിലും ഉണ്ട് ഇതേപോലെ. അപ്പൊ ഒരു കമന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ വന്നാണ്, ഇസ്ലാമിൽ നിർബന്ധമില്ല, ഓരോരുത്തർക്കും അവരുടെ ചോയ്സ് അനുസരിച്ച് ജീവിക്കാം എന്നിരിക്കെ ആ കുട്ടികൾ ശരീരം മറച്ചിട്ടുണ്ടല്ലോ. ഇതുപോലുള്ള അല്പജ്ഞാനികളും പുരോഹിത വർഗവുമാണ് നിരീശ്വരവാദികളെ സൃഷ്ടിക്കുന്നത്. അതൊരു പോയിന്റാണ്. പിന്നെ കൂടുതൽ ചിന്തിക്കാനും എടുക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മുടെ പല ഹിന്ദുക്കളെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെയും എല്ലാവരുടെയും മതഗ്രന്ഥം എടുത്ത് പരിശോധിക്കുമ്പോൾ പല സംശയം വരും. അപ്പൊ പിന്നെ അവർ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോയി വരാം. സംശയം മാറ്റിക്കൊടുക്കാൻ കഴിവുള്ളവരുണ്ട്. അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എന്നാലും ഇസ്ലാമിൽ അതിൻ്റെതായ ചിട്ടകളുണ്ട് എന്ന് കരുതി ആരെയും ആക്ഷേപിക്കാനുള്ള റൈറ്റ് ഇല്ല. എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ ഇപ്പോഴും ഖുർആൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട് മായെ. പക്ഷെ എന്റെ ചുറ്റുമുള്ളവർ ഹൃദയശുദ്ധിയിലും നന്മയിലുമൊക്കെ എന്നേക്കാൾ ഒരു പടി മുന്നിലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു വിശ്വാസി ആരെയും താഴ്ത്തിക്കെട്ടാൻ പാടില്ല. പിന്നെ സ്വർഗവും നരകവും ഒന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ. നല്ലൊരു കമന്റ് അല്ലേ? എന്റെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് ആണ്. ആ മുബീനയുടെ വീഡിയോ ഇട്ടതിന് വന്ന കമന്റ് ആണ്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരി ഒരു കമന്റ് മുബീനയുടെ ഇതിലിട്ടിട്ടുണ്ട്. അതോടെ വായിച്ച് കേൾപ്പിച്ചിട്ട് വീഡിയോയിലേക്ക് പോവാം. ഈ മുബീന കുറച്ച് ഓവർ ആകുന്നുണ്ട്. മുൻപ് ഒരു ഡാൻസ് കളിച്ച് നടന്ന ആളാണ്. ഒരുപാട് ഡാൻസ് കളിച്ച് നടന്ന ആളാണ്. ഇപ്പോൾ പറ്റാണ്ടായപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞ് നടക്കുന്നു. ഷുഗർ വന്നപ്പോൾ പഞ്ചസാര നിർത്തണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഞ്ചസാര കഴിക്കൽ നിർത്തണം എന്നുണ്ടോ? അത് നേരെ, ഒരാൾക്ക് ഷുഗർ എന്ന് എഴുതി എല്ലാവരും പഞ്ചസാര കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ ഡാൻസ് കളിക്കാൻ പാടില്ലേ? മുസ്ലിം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടിയവന്റെ അടിമയാണോ? മുസ്ലിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നുള്ളൂ. പെണ്ണുങ്ങൾ അവരെ പരിചരിച്ചും ശുശ്രൂഷിച്ചും ഒക്കെ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നാണ്. അവർക്ക് 4 കെട്ടാം, അവർക്ക് മാത്രം സ്വർഗത്തിൽ ഹൂറികൾ. ചിരിക്കുന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ ആയിഷയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി സംസാരിക്കാൻ നോക്കാം മുബീനയോട് പറയുന്നുണ്ട്. ഈ 2 കമന്റ് ഇത് കഴിഞ്ഞ് ഇനി ഞാൻ കാണിക്കാം. ഇവര് ഈ പ്രാവശ്യത്തെ ഇതേപോലെ ഈ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന ഓണം ആഘോഷിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോന്റെ താഴെ ഒരു കാക്കട്ടുള്ള കമന്റ് ആണ് ഇട്ടത്. കാക്കങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ആക്ച്വലി എനിക്ക് യൂട്യൂബിൽ 1,30,000 സബ്സ്ക്രൈബേഴ്സിന്റെ മേലെയുണ്ട്. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു 45,000 ഫോളോവേഴ്സിന്റെ മേലെയുണ്ട്. ഇത്രയും ആൾക്കാരെ ഞാൻ ഉണ്ടാക്കിയത് മൂട് ഉലുക്കി ഡാൻസ് കളിച്ചിട്ടല്ല കാക്ക. എന്റെ അറിവും അതേപോലെ എന്റെ തോട്ട്സും എന്റെ ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. അതായത് നിങ്ങളുടെ ഫീഡില് പെമ്പിള്ളേരുടെ വീഡിയോസ് വരുന്ന
വരുന്നതെല്ലാം ഇങ്ങനെ മൂട് കുലുക്കി ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് കാണാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്നും കൂടെ പുനർപരിശോധിക്കണം. കാരണം നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ളതാണ് ഈ യൂട്യൂബിന്നും ഇൻസ്റ്റഗ്രാമിന്നും ഫേസ്ബുക്കിലൊക്കെ നിങ്ങളുടെ ഹോം പേജിൽ കാണിക്കുക. നിങ്ങൾ മൂട് കുലുക്കിയ ഡാൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിൽ മൊത്തം കാണിക്കുന്നത് ഈ മൂട് വിൽക്കുന്ന ഡാൻസ് ആയിരിക്കും. ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ എന്റെ ഫ്രണ്ട് സർക്കിളിലും കൊളീഗ്സിന്റെ ഇടയ്ക്കും എന്റെ വീട്ടിലും കുടുംബക്കാരുടെ ഇടയിലൊക്കെ ഡാൻസ് ചെയ്യാറുള്ള ഒരാളാണ്. പക്ഷെ ഇന്ന് വരെ ഒരു വീഡിയോ പോലും ഞാൻ ഡാൻസ് ചെയ്യുന്നത് എന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾക്ക് ഈ മൂട് വിളിക്കിയ ഡാൻസ് ആണ് മാറ്റർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരയുന്നതിന്റെ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഈ ഇതുപോലെയുള്ള കീടാണുക്കളെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഈ കൊറോണ വന്ന കാലത്ത് എന്തായിരുന്നു അവസ്ഥയല്ലേ? ഇപ്പൊ ഇത് തിന്നിട്ട് എല്ലിൻ്റെ കുത്തുന്നതിന്റെ പ്രശ്നമല്ലേ? അത് തന്നെയാണ് എവിടുന്ന് പൊങ്ങി വന്നതൊക്കെ. ആ കൊറോണ സമയത്ത് അമ്പലമില്ല, മുസ്ലിം പള്ളിയില്ല, ക്രിസ്ത്യാനി പള്ളിയില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ജീവൻ വാരി പിടിച്ച് ഓടുന്ന ഒരു കാലം എന്ന് പറയാം കൊറോണയുടെ കാലത്തും പിന്നെ പ്രളയകാലത്തും. പ്രളയകാലത്ത് ഏത് അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ കയറിയല്ലേ ഇത് ജീവിച്ചുകൊണ്ട് ആ സമയം രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ അവിടെ അത് കയറി ഇരിക്കുന്ന സ്ഥലം അമ്പലമാണെന്നോ കയറി ഇരിക്കുന്നത് മുസ്ലിം പള്ളിയാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി പള്ളിയാണെന്നോ മനുഷ്യരായാൽ മതി. ഏത് ജാതി മതവും ഒന്നുമില്ല. എന്തും അതുപോലെ സ്കൂളിൽ താമസിക്കുന്നു. പ്രളയവും ഉരുൾപൊട്ടലും അതും ഇതും ഒക്കെ വരുമ്പോൾ സ്കൂളുകളിൽ കൊണ്ടുപോയി താമസിപ്പില്ലേ, ക്യാമ്പില്. ആ സമയത്തും ജാതിയും മതമൊന്നുമില്ല കേട്ടോ. ജീവൻ മാത്രമാണ് അവിടെ പ്രശ്നം. വിശപ്പടക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രശ്നം. എവിടുന്ന് കൊണ്ടുവന്ന ഫുഡ്, ആരുണ്ടാക്കിയ ഫുഡ്, ഈ പൊതിച്ചോറ് കൊടുക്കാറില്ലേ? മറ്റേ മഴക്കാലം വരുമ്പോഴത്തേനും കൊണ്ടിരുന്ന ആൾക്കാര് സ്കൂളുകളിലൊക്കെ താമസിക്കും, പൊതിച്ചോറ് കൊടുക്കുമല്ലോ. അത് ഏത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന, ആരുണ്ടാക്കി കൊടുക്കുന്നു, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു അശുദ്ധിയില്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. ഇതെല്ലാം കിട്ടി എല്ലിൻ്റെ ഇടയിൽ കയറി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് വർഗീയവാദികളായി. എല്ലാവരെയും അല്ല പറയുന്നത്, കുറച്ചു പേര് മാത്രം. ഇപ്പവും മതവും വർഗീയതെല്ലാം പറയുന്ന ആൾക്കാരോട് എൻ്റെ നാടില്ലേ, എൻ്റെ നാട്ടിൽ ഇപ്പുറത്ത് പള്ളിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് അമ്പലം, അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ക്രിസ്ത്യൻ പള്ളി. ഓക്കെ, നമ്മൾ പണ്ട് 6 മണിക്ക് വരുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ അമ്പലത്തിൽ നിന്നൊരു പാട്ടുണ്ട്, ചോറ്റാനിക്കരയിൽ വാഴും അംബികെ. അത് കേൾക്കുമ്പോഴുള്ള ഫീലും അത് കഴിഞ്ഞിട്ടുള്ള ബാങ്ക് വിളിയും. അതിൻ്റെ തൊട്ട് മുന്നേ സുജേച്ചി അപ്പുറത്തുനിന്ന് പറയും, അത് ആ ബാങ്ക് കൊടുക്കാനായി വേഗം വിളക്കത്തിച്ചോ. അതെല്ലാം ഉള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. എന്നിട്ട് ഇപ്പവും കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലെല്ലാം മതവും വർഗീയതെല്ലാം എന്തിനാ പറയുന്നേ? എല്ലാ മുസ്ലിംസിനും ഒരു ഹിന്ദു ഫ്രണ്ട് ഉണ്ടാവും, ക്രിസ്ത്യൻ ഫ്രണ്ട് ഉണ്ടാവും. അല്ല, ഇതന്നെ മതമല്ലല്ലോ, മനുഷ്യനല്ലേ വലുത് അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഞാനും ആലോചിക്കുന്നത് ആ പോയിന്റ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ജാതിയുണ്ട്, അവർ ഇന്ന ജാതിയാന്നൊക്കെ അറിയാം, പക്ഷെ അത് നമ്മളെ ബാധിക്കാറുണ്ട് ആ ഫ്രണ്ട്ഷിപ്പിൽ. അതാണ് എന്നെ എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളത് ചിന്തിക്കുന്ന പോലും ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുന്നില്ല. ഏതേലും ഒരു ആവശ്യം വന്നാൽ, എനിക്കൊക്കെ പല ആവശ്യങ്ങൾ വരുമ്പോഴും ഹോസ്പിറ്റൽ കേസോ ബ്ലഡിന്റെ കാര്യങ്ങളോ, എന്റെ അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എല്ലാത്തിനും സഹായിക്കുന്നത് മുസ്ലിംസ് അല്ലെ ക്രിസ്ത്യൻസ്. അപ്പൊ അത് ആലോചിക്കുന്നുണ്ടോ? നമ്മളില്ല. പിന്നെ എവിടെ നിന്നാണോ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചിന്താഗതി കടന്നു വരുന്നതെന്ന് അറിയില്ല. ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് സീതൾ ചെയ്ത ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി ഫുട്പാത്ത് വഴി പെൺകുട്ടിയാന്ന് തോന്നുന്നു, അധികം പ്രായമില്ല, ഫുട്പാത്ത് വഴി നടന്നു പോകുമ്പോൾ പൂക്കളം കാണുമ്പോൾ ചവിട്ടി മരിക്കുന്നു. തീരെ അംഗീകരിക്കാൻ പറ്റില്ല. ആ പൂവ്, ആ ജാതി അതിൻ്റെ അകത്ത് കൊണ്ടിരുന്നതുകൊണ്ടല്ലേ അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നത്. അല്ല, അത് എന്ത് ചിന്താഗതി അത്? പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കാണുന്നത്? പൂക്കളിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക മനസ്സിലേക്ക്? പൂവ് ചെടിയെ നിൽക്കും, പറിച്ചു പോലും നശിപ്പിക്കരുതെന്നാ പറയുന്നത്. അത്ര മൃദുവായ ഒരു സംഭവം, അത്ര മനോഹരമായ ഒരു സംഭവം, അല്ലെ അത്ര സുഗന്ധമുള്ള ഒരു സംഭവം, അതിനെ നമ്മൾ എങ്ങനെയാ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്? അത് വെച്ചൊരു പൂക്കളെ ഇട്ട് വെച്ചാൽ പൂക്കളെ ഇടണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു പെൺകുട്ടി അത് ചവിട്ടി മറിച്ചിട്ടോണ്ട് പോകും. എനിക്കൊരു വിഷമം തോന്നി ഈ സീൻ കണ്ടപ്പോ. അതൊരു പെൺകുട്ടി തന്നെയാണ്, അധികം പ്രായമില്ല. ചെറിയ തലമുറയ്ക്ക് ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് നമ്മുടെ കേരളത്തിലെ വർഗീയത സഹിക്കാൻ വയ്യാതെ അവര് വിദേശത്തേക്ക് പോവാന്നൊക്കെയാണ് ഞാനിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജാതിയിലും അങ്ങനെയൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇതൊരു ചെറിയ പെൺകുട്ടിയാണ്. ആ കുട്ടി ആ കാണിച്ചത് കണ്ടോ? ആ പൂവിനെ പോലും ആ കുട്ടിക്ക് ഒന്നും ഇതായിട്ട് കാണാൻ, മാന്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. പൂക്കളം ഇട്ടതും പൂക്കളം ഹിന്ദുക്കളുടെ ഏതോ ഒരു ആചാരം, ഓണത്തിനോട് ചില ആചാരം എന്തൊക്കെയോ അതിന്റെ മനസ്സിലൂടെ കടന്ന് പോയിട്ടാണ് ആ പൂക്കളം ചവിട്ടി. അത് ആൺകുട്ടി ഇനി വല്ല കുസൃതി പോലെ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയാണ് ആ പൂക്കളം ചവിട്ടി
തെറിപ്പിച്ച് ആ കൊച്ചു പോയിട്ട് അത് തിരിഞ്ഞു നോക്കുന്നു, ശരിക്കും ഒത്തോന്ന്, ചവിട്ടിയത് ഒത്തോ പോയോന്ന്. ക്യാമറയുള്ള കാര്യം ഓർക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഏത് ഷോപ്പിന്റെ മുന്നിൽ കൂടെ പോകുമ്പോഴും ക്യാമറ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ആലോചിച്ചാണ്. ക്യാമറയില്ലാതെ അപ്പം തന്നെ മതി, അവർക്ക് വേണേൽ റെക്കോർഡ് ചെയ്യുക, അപ്പം തന്നെ അതേ റെക്കോർഡും ചെയ്യാം, സോഷ്യൽ മീഡിയയിലിട്ട്. ആ കൊച്ചിന്റെ മുഖം വ്യക്തമല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ആ കുട്ടിയായിരിക്കും സകല ആൾക്കാരും. എന്താണെന്നറിയാം, ഒരു ഹിന്ദുക്കളുടെ പൂക്കളം മായച്ചു എന്നുള്ള ഇതല്ല, ആ പൂക്കളോട് ആ കാണിച്ച് ഓർക്കുമ്പോഴേ അത് ഒരു ഗുണവും മണവും ഇല്ലാത്തൊരു കൊച്ചാണ്. അതാണ് ചിന്തിക്കുക. പിന്നെ വിവാഹം കഴിയാത്ത കൊച്ചാണ്, അതിനെ ഒരു വിവാഹം കഴിച്ച് ഒരു ജീവിതത്തിലേക്ക് കൂട്ടാൻ കൊള്ളുന്ന പെൺകൊച്ചല്ല അത്. വർഗീയതയൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം അതിനൊരു ഗുണവും മണവും ഇല്ലാത്ത എന്തോ വല്ലാത്ത ഒരു സൈക്കോ പോലത്തെ ഒരു സ്വഭാവക്കാരി കൊച്ചാണത്. ആ മോഹം കാണിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യൻ രക്ഷപ്പെട്ടു പോയനെ. അതിനെയൊക്കെ പിടിച്ച് കല്യാണം കഴിച്ചു വെച്ചാൽ അതിനൊക്കെ എന്താ പറയണ്ടേ. അത് മാത്രം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം തോന്നി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ നടന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.